ആ, നീ എത്തിയോ? നീ എവിടെയായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് നീ എപ്പോഴും ഇറങ്ങിയെന്ന് എനിക്ക് ഫോൺ ചെയ്തതാ. എന്താ ഇത്ര ലേറ്റ് ആയത്? ആ, നിന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഇറങ്ങിയതാ. പക്ഷേ വണ്ടി കുറച്ച് ദിവസം ഓട്ടിക്കാതിരുന്നിട്ട് അതെന്തോ കംപ്ലൈൻ്റ് ആയി. പിന്നെ അത് ശരിയാക്കി മൊത്തത്തിൽ ലേറ്റായി. അല്ല, സാക്ഷി എവിടെ? ഞാൻ വന്നപ്പോൾ തൊട്ട് റൂമിനുള്ളിൽ കഥ കടച്ചിരിക്കുക. ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ കഴിച്ചു, ഞാൻ കിടക്കുക, എനിക്ക് തലവേദനയാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ആള് നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഓ, ഉറങ്ങിയിട്ടുണ്ടാവോ? ശ്രീ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഞാൻ വിളിച്ചിട്ട് തുറന്നില്ല. നീ ഒന്ന് പോയി ട്രൈ ചെയ്യ്, ചിലപ്പോൾ തുറക്കും. ആ, ഓക്കെ. ശ്രീ, സാക്ഷി വാതിൽ തുറന്നില്ല. ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചപ്പോഴും ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുക, നാളെ സംസാരിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടാവും. മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേ. നീ പോയി ഉറങ്ങിക്കോ, ടൈം ഒരുപാടായില്ലേ. അത് ശരിയാ. അപ്പോൾ നാളെ സംസാരിക്കാം അല്ലേ? അതെ, അവൾ ഉറങ്ങി എണീക്കട്ടെ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. എന്നാലും നേരത്തെ കിടന്നുറങ്ങിയോ അവൾ? എന്നോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഞാൻ വരാത്തതിന് എന്നോട് പിണക്കമായിരിക്കുമോ നീ? വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നലെ നേരത്തെ ഇറങ്ങിയോണ്ട് സാക്ഷി ചിലപ്പം രാവിലെ നേരത്തെ എണീറ്റാലോ? സാക്ഷി, എന്താ ഇത്? ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നോ? നീ എന്തിനാ കിച്ചണിൽ കയറിയേ? എനിക്ക് കഴിക്കാനുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം. ആയിക്കോട്ടെ. ഇപ്പോൾ ഇങ്ങനെ കിച്ചണിൽ കയറി തലയൊക്കെ വെറുക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? ഇനി എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വലുതായിട്ട് ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. സാക്ഷി, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ഇന്നലെ ലേറ്റ് ആയതുകൊണ്ടാണോ അത് വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്? അതിന് നിങ്ങൾ എപ്പോൾ വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. ഇനി നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. എനിക്കുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇത്രയൊക്കെ പറയാൻ മാത്രം ഇപ്പോൾ ഇവിടെ എന്താ സാക്ഷി ഉണ്ടായേ? വഴിയിൽ നിന്ന് മാറി നിൽക്ക്. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ജോലിക്ക് പോകാനുള്ളതാ. നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാനൊന്നും എനിക്ക് ടൈമില്ല. ജോലിക്ക്? അപ്പോൾ ഇവൾക്കെല്ലാം ഓർമ്മ വന്നോ? ആഹാ, സാക്ഷി നേരത്തെ ഫുഡ് കഴിക്കുകയാണല്ലോ. ഞാൻ വരുന്നതിന് മുന്നേ ഋഷി നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ലേ? അയാളല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാനാ. ശ്രീ, ഇനി മുതൽ ഈ വീട്ടിൽ ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം. അത് കഴിക്കാൻ പറ്റാത്തവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചു. എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം. ആരും ഇടപെടേണ്ട. ഇതെന്ത് പറ്റി? ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന? രണ്ടും അടി വല്ലതും വെച്ചിട്ടുണ്ടാവോ? സാക്ഷി, നീ എന്തൊക്കെയായി പറയുന്നത്? ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് എന്താ പറ്റിയേ? എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സാക്ഷി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. അത് ഓർമ്മയിലുണ്ടാവുന്നത് നന്നായിരിക്കും. ഈശ്വര, ഇവൾ എന്തൊക്കെയായി പറയുന്ന? ഇനി ഇവൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവോ? അതുകൊണ്ടാണോ? ശ്രീ, ഞാൻ ഇന്നു മുതൽ ജോലിക്ക് പോവാം. ഞാൻ ജോലി ചെയ്യുന്ന പ്ലേസിൽ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് ഇവിടെ ഒരു കൊണ്ടാക്കുമോ? സാക്ഷി, നീ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തിട്ട് ജോലിക്ക് പോകുന്നല്ലേ നല്ലത്. ഇല്ല ശ്രീ, ഞാനിപ്പോൾ ഓക്കെയാണ്. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ജോലിക്ക് പോകണം. മാത്രമല്ല എൻ്റെ അമ്മ എനിക്ക് കാണണം. ഒന്നുകൊണ്ട് കാണിച്ചു തരുമോ നീ? നിനക്ക് ഞാനൊരു 5 മിനിറ്റ്സിൽ ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നിന്നെ അമ്മയെ കൊണ്ട് കാണിച്ചു തരാം. ഋഷി, ഞാൻ ഇവളെ ആൻറ്റിയെ ഒന്നുകൊണ്ട് കാണിച്ചിട്ട് ഇവളെ ജോലി സ്ഥലത്തോട്ടിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് കയറും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? സാക്ഷി, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ശ്രീ, ബാ, നമുക്ക് പോവാം. അല്ല ഋഷി, നീ ഇങ്ങ് പോന്നോ? സാക്ഷി മോളോടെ ഒറ്റയ്ക്കല്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഏട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഡിസ്ചാർജായി ഇങ്ങോട്ട് പോകുന്നു എന്ന്. ആ കുട്ടി ഒറ്റയ്ക്കാക്കി നീ ഇങ്ങോട്ട് പോന്നോ? അമ്മ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയണം. അത് പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്താടാ ഋഷി, മോക്കൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അമ്മയോട് നിനക്ക് എന്താ പറയാനല്ല? പറയ്. അമ്മ, എനിക്ക് പറയാനുള്ളത് ഞാനും സാക്ഷിയും തമ്മിലുള്ള കാര്യമോ?
ഇത് ഞാൻ ഇപ്പോൾ നിനക്ക് തന്നില്ലെങ്കിൽ ഞാനൊരു സ്ത്രീ അല്ലാതായിപ്പോ. ഋഷി, നീ എൻ്റെ മോൻ തന്നെയാണോ? അവളോട് ഇങ്ങനെയൊക്കെ നീ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മ, ഞാനൊന്ന് പറയട്ടെ. ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്തതാ നീ ചെയ്തത്. നിന്റെ ഈ തെറ്റിന് ഞങ്ങളും കൂടെ കൂട്ടു നിന്നതുപോലെ ആയിപ്പോയില്ലേ ഇപ്പോൾ. ഛേ. അപ്പോ ഇത്ര നാളും ആ കുട്ടി ഈ വീട്ടിനകത്ത് നിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുമായിരുന്നു. എന്നാലും മോനെ, ഇത് കുറച്ച് കൂടിപ്പോയി. ഇനി ഈ ആക്സിഡന്റ് അത് ശരിക്കും നോർമലായിട്ട് നടന്നതാണോ? പറയാൻ പറ്റില്ല ചേട്ടാ. അവളെ ഇത്രയും ഉപദ്രവിക്കാൻ ഇവന് കഴിയുമെങ്കിൽ ഒറ്റ നിമിഷം പോരെ മുകളിൽ നിന്ന് താഴെ തള്ളിയിടാൻ. ആ കുട്ടിയെ നീ ഇത്രയും ഉപദ്രവിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. ഈശ്വര, ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. അമ്മ പ്ലീസ്. അച്ഛാ, ഞാനൊരിക്കലും അവളെ കൊല്ലാൻ നോക്കൂല. ഒരിക്കൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഇങ്ങനെയൊക്കെ എന്നോട് കാണിച്ചപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റൂല. അതിവിടെ വന്ന് ഞങ്ങളോടല്ല പറയണ്ട, ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയേ വേണ്ടത്. അതിനി നിന്നോട് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പോയി അതിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്ക്. അപ്പോഴെങ്കിലും അതിന് നിന്നോട് ക്ഷമിക്കാൻ കഴിയട്ടെ. നീ ഈ കാണിച്ചു കൂട്ടിയതൊന്നും ഒരു പെണ്ണും സഹിക്കില്ലടാ. ആ കുട്ടിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റണേന്ന് ദൈവത്തിനോട് നീ പ്രാർത്ഥിക്ക്. ഇല്ല ഏട്ടാ, ഒരു പെണ്ണ് ക്ഷമിക്കില്ല ഇവൻ ചെയ്തതിന്. ഋഷി, ഇനി നീ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവളെയും കൊണ്ട് മാത്രമേ വരാവൂ. കരഞ്ഞ് കാല് പിടിക്കുക എന്തോ ചെയ്. പക്ഷെ മോളെ ഞാൻ കൂട്ടിയിട്ട് മാത്രമേ ഇനി നീ ഇങ്ങോട്ട് വരാവൂ. ഞാൻ പോവുക. ഞാൻ അവളോട് സംസാരിക്കാം. അവളെയും കൂട്ടിക്കൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. ഇവരെന്താ ഇത്രയും നേരമായിട്ട് കാണാത്ത? ശ്രീയെ വിളിച്ചപ്പോൾ ഇറങ്ങിയെന്നല്ലേ പറഞ്ഞേ? അവർ വന്നു എന്ന് തോന്നുന്നു. വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മുടിഞ്ഞ ട്രാഫിക് ജാമും. അതാടാ ലേറ്റ് ആയത്. ശ്രീ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി കിടക്കുക. ഗുഡ് നൈറ്റ്. ശ്രീ, അവളോട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പറ പ്ലീസ്. ശ്രീ, ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതാ. പിന്നെ എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഏയ്, നീ ഇതൊന്നും കാര്യമാക്കണ്ട. 1-2 ദിവസം കഴിയുമ്പോൾ അവൾ ഓക്കെ ആവും. പിന്നെ അവൾ പുറത്തുനിന്ന് കഴിച്ചു എന്നല്ലേ പറഞ്ഞ്. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. നീ ചെന്ന് കിടക്ക്. ശ്രീ, ഇനി സാക്ഷി എന്നോട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ബിഹേവ് ചെയ്യുക അല്ലേ? അവൾക്ക് ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ തോന്നിയ ദേഷ്യമായിരിക്കും ഇത്. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മാറും. നീ ഇനി ഇതാലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. ഋഷി, ഒരു അർജൻറ്റ് കോൾ വന്നിട്ടുണ്ട്. എനിക്ക് അറ്റൻഡ് ചെയ്യണം. ശരി, എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ സാക്ഷി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഋഷിനോട് നല്ല രീതിക്ക് ദേഷ്യം തോന്നി. ആർക്കായാലും ദേഷ്യം തോന്നില്ലേ? ഇങ്ങനെ 1-2 ആഴ്ച കടന്നുപോയി. ഈ ദിവസങ്ങളിലൊക്കെ സാക്ഷി നന്നായിട്ട് ഋഷിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, ചില സമയത്ത് ചില കുത്തുവാക്കുകളൊക്കെ ഋഷിയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. സാക്ഷിയുടെ ഈ ഒരു പ്രതികരണം ഋഷിയെ നല്ല രീതിയിൽ തളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്ത ക്ഷീണം. എന്തെങ്കിലും കഴിച്ചാലോ വല്ലാത്ത വോമിറ്റിംഗ് ടെൻഡൻസി തോന്നുക. എന്തായിരിക്കും? ശ്രീയോടൊന്ന് പോയി പറഞ്ഞാലോ? അതാ നല്ലത്. എൻ്റെ തലയൊക്കെ വേദന എടുക്കുക. തല ഇറങ്ങുന്ന. സാക്ഷി നോക്കി. തൊട്ടു പോവരുത് തന്നെ, വിട്. സാക്ഷി, താഴെ വീഴാൻ പോയപ്പോൾ ഞാൻ ജസ്റ്റ് വീഴാതെ പിടിച്ചത്. ഞാൻ ഇനി ഇവിടെ കിടന്ന് ചത്താലും എന്നെ തൊട്ടു പോകരുത്. നിങ്ങളൊന്ന് എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയി തരുമോ? നിങ്ങളെ കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കരുത് പ്ലീസ്. സാക്ഷി, ഞാൻ ചെയ്തതൊക്കെ തെറ്റ്. പക്ഷേ എന്നോടൊന്ന് ക്ഷമിച്ചൂടെ നിനക്ക്? ഇതും പറഞ്ഞ് എത്ര ദിവസം നിങ്ങൾ എൻ്റെ പിറകെ നടക്കും? എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളിവിടെ നിൽക്കും തോറും എനിക്ക് വല്ലാത്തൊരു ബാഡ് ഫീലാ. ദൈവം ചേർത്ത് എൻ്റെ കണ്ണുമുന്നിൽ നിന്ന് പോയി തരുമോ? നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പോ തോന്നുന്നു. പ്ലീസ്. സാക്ഷി, നാക്കുണ്ടെന്ന് കരുതി വല്ലതൊക്കെ വിളിച്ച് പറയരുത്. കേട്ട് നിന്നൊന്നും വരില്ല. ശ്രീ, വേണ്ട, അവൾ പറയട്ടെ. മതിയാക്ക് ഋഷി. ഇത് എന്തിനാ നീ ഇവിടെ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുന്നേ? നിനക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടുന്ന് പോ. നിന്റെ ബ്രദർ നിന്നെ ബാംഗ്ലൂരിലേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു. നാളെ വൈകുന്നേരം നീ ബാംഗ്ലൂരിലോട്ട് പോവും. ശ്രീ, ഞാൻ ബാംഗ്ലൂരിൽ പോയാൽ സാക്ഷി പ്ലീസ്
ഞാനിവിടെ നിൽക്കാം പ്ലീസ്. എൻ്റെ പൊന്നു ഋഷി, ഒന്ന് മനസ്സിലാക്ക്. അവൾക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. അവൾക്ക് നിന്നെ വേണ്ട. പിന്നെ നീ ഇതിനെ എവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഏട്ടൻ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ പോയി നീ നിൻ്റെ ലൈഫ് നോക്ക്. അവളെ പാട്ടിന് വിട്ടേക്ക് ഋഷി. പിന്നെ സാക്ഷി, അവൻ ഇവിടുന്ന് പൊക്കോളും. നിനക്കിനി ഒരു ശല്യം ആവില്ല. നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യവും അവൻ്റെ ഏട്ടൻ സംസാരിച്ചിട്ടുണ്ട്. സോ നീ ഇനി മുതൽ ഫ്രീയാ. ഞാൻ അവൾക്കൊരു ശല്യമാണെങ്കിൽ ഞാനിവിടുന്ന് പൊക്കോളാം. അതാ ഋഷി നല്ലത്. അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്തിനാ? നിനക്കൊരു തെറ്റ് പറ്റിപ്പോയി. അത് അവൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. വിത്തിൻ 20 days സാക്ഷിക്ക് ഡിവോഴ്സ് കിട്ടും. അതിനുള്ള ഏർപ്പാട് അവൻ്റെ ബ്രദർ ചെയ്തിട്ടുണ്ട്. പോരെ? ഞാനൊന്ന് പുറത്ത് പോവാ. നിനക്ക് ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണോ അതോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാര്യം പറഞ്ഞ് ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കണോ? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏതായാലും അടുത്തല്ലേ ഹോസ്പിറ്റലിൽ തന്നെ പോവാം. സാക്ഷി, നിങ്ങളല്ലേ? നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ ക്യാബിലോട്ട് വിളിക്കുന്നുണ്ട്, ചെന്നോളൂ. ഓക്കെ, താങ്ക് യു. സാക്ഷിയല്ലേ? ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. സാക്ഷി, നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിവേ, കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ 2.5 week പ്രഗ്നന്റ് ആണ്. വാട്ട്? പ്രഗ്നന്റോ? ഞാനോ? എന്തുപറ്റി? വലിയ ഷോക്കാണല്ലോ. അൺഎക്സ്പെക്റ്റഡ് ആണോ ഇത്? സാരല്ല, ഇതാ നിങ്ങളുടെ റിപ്പോർട്ട്. നിങ്ങൾ എന്നെ ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ 2.5 week പ്രഗ്നന്റ് ആണ്. പോസിറ്റീവാണ്. പോസിറ്റീവ്? പിന്നെ സാക്ഷി, നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് കുറവാണ്. സോ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. പിന്നെ ഞാൻ തരുന്ന ടാബ്ലറ്റ് മുടങ്ങാതെ കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബേബി അബോർട്ടായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അബോർഷനോ? ഹേ, റിലാക്സ്, ടെൻഷൻ അടിക്കണ്ട. ചാൻസസ് കൂടുതലാണ്. ബട്ട് നിങ്ങൾ മെഡിസിനും ഫുഡും ഒക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നിങ്ങൾക്ക് മരുന്നൊക്കെ എഴുതി തരാം. താങ്ക് യു ഡോക്ടർ. ഋഷി, ഞങ്ങൾ ഈ എടുത്ത ഡിസിഷൻ നിനക്ക് ചിലപ്പോൾ ഇപ്പോൾ വേദനിക്കുന്നുണ്ടാവും. പക്ഷേ മുന്നോട്ട് ഇതാടാ നല്ലത്. അവളെ കുറച്ച് ഒറ്റയ്ക്ക് വിട്. ഒക്കെ കഴിഞ്ഞ് അവളുടെ ദേഷ്യമൊക്കെ മാറുമ്പോൾ നിൻ്റെ അടുത്ത് വരും. അവൾക്കിപ്പോൾ എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഞാനിവിടുന്ന് പോയാൽ അവളെന്നെ മറക്കും. അതുറപ്പാ. ഞാനിവിടുന്ന് പോകണോ ഏട്ടാ? ഋഷി, ഇപ്പോൾ നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. വേറൊന്നുമല്ല, നീ ഇവിടെ നിൽക്കും തോറും അവളുടെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുക. നീ ഒന്ന് മാറി നിന്നാൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ടായി പറയുന്നത്. അവൾക്കും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ നമ്മൾ ടൈം കൊടുക്കണ്ടേ? സാക്ഷി മുമ്പ് സംസാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ അവളുടെ ഓരോ വാക്കിനും വല്ലാത്ത ഉറപ്പാ. അവൾക്കെന്നെ വേണ്ടെന്നാണ് തോന്നുന്നത്. അവൾക്കെന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. ഋഷി, ഇപ്പോൾ വേണ്ടത് അവളെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്. അവൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ. അതുവരെ നീ ഇവിടുന്ന് മാറി നിൽക്ക്. അതാണ് നല്ലത്. ഏട്ടൻ പറഞ്ഞ ശരിയാ. ഞാനിവിടെ നിൽക്കും തോറും അവൾക്ക് എന്നോട് വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അവൾക്ക് എന്നെ കാണുന്നത് അറപ്പും വെറുപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പോവാം. പോസിറ്റീവ്? ഐ ആം പ്രഗ്നന്റ്. എനിക്കെന്താ ഇതങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാത്ത? ഞാനതിന് ഇത്രയും വിഷമിക്കുന്നത്. ഋഷിയായിട്ട് ഇനി ഒരു റിലേഷനും പാടില്ലെന്ന് വിചാരിച്ചപ്പോൾ ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്ന് എൻ്റെ വയറ്റിൽ. ഞാൻ വിചാരിക്കാത്ത വഴികളിലൂടെയാണല്ലോ എൻ്റെ ലൈഫ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞ് ഞങ്ങൾക്കിടയിലൊരു കുഞ്ഞ്. ഞങ്ങൾക്കിടയിലല്ല, എനിക്ക് മാത്രം മതി. ഈ കുഞ്ഞ് എൻ്റെത് മാത്രം മതി. ഋഷി, അതിനിവിടെ വേണ്ട. ഞാൻ വളർത്തുന്നതിന് എൻ്റെ കുഞ്ഞായിട്ട്, എൻ്റെ മാത്രം കുഞ്ഞായിട്ട് ഞാനിതിനെ വളർത്തും. സാക്ഷി, ബാ എഴുന്നേക്ക്, ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. പറ്റില്ല. വന്ന് ഫുഡ് കഴിക്ക്. പുറത്തുനിന്ന് കഴിച്ചു, വിശപ്പില്ല, ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വന്ന് കഴിക്ക്, ബാ. പ്ലീസ്, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. എനിക്ക് വയ്യ. ഞാൻ പിന്നെ കഴിച്ചോളാം. സാക്ഷി, നിനക്ക് എന്തു പറ്റി? നീ കരയാണോടി? എന്താ? ഏയ് ഒന്നുമില്ല. പെട്ടെന്ന് അമ്മയെ പറ്റി ആലോചിച്ചപ്പോൾ അതാ. ഇങ്ങനെ കുത്തിയിരുന്ന് കരയാനാണോ രാവിലെ ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്? അതൊക്കെ പോട്ടെ, നീ വാ, ഫുഡ് കഴിക്ക്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നേ. അതെന്താ?
ഇന്ന് എനിക്ക് മനസ്സിലായില്ല. ഋഷി നാളെ ഇവിടെ നിന്ന് പോവുക. ഓ, അവൻ പോവുകയാണോ? നല്ലതാ, പൊക്കോട്ടെ. അവൻ്റെ വീട്ടിലേക്കല്ല, ബാംഗ്ലൂരിലേക്ക്. പിന്നെ ഇനി ഇങ്ങോട്ടൊരു യാത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് അവൻ്റെ ബ്രദറൊക്കെ ഉണ്ട്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവസാനമായിട്ട് കഴിക്കാം. ബാംഗ്ലൂരിലോട്ടോ? ആ, നിനക്ക് അവന് അറപ്പും വിറപ്പും അല്ലേ? അപ്പോൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ഞങ്ങൾ അവനെ ഇവിടുന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലതാ, ഇഷ്ടമുള്ളിടത്ത് പൊക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊന്നും ഇടപെടാനുമില്ല. അവനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ മാനസിക നില തെറ്റിയതുപോലെ ഇനിയും തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിൻ്റെ ലൈഫിൽ ഇനി അവൻ വേണ്ടല്ലോ, അത് നീ തീരുമാനിച്ചതല്ലേ. പിന്നെന്തിനാ അവൻ ഇവിടെ ഇങ്ങനെ? അതുകൊണ്ടാ. ശ്രീ, നീ ചെന്ന് ചെല്ല്. പോവുക. ആ, പിന്നെ നിൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം ഞങ്ങളതൊക്കെ പറഞ്ഞ് ഏകദേശം എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈൻ്റെ ആവശ്യം കൂടിയേ ഉള്ളൂ. നിങ്ങൾ എല്ലാം നേരത്തെ തയ്യാറാക്കിയോ? ഋഷി അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ? അവനതിന് പറ്റില്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചോളാം. നീ അതിൽ സൈൻ ചെയ്ത് തന്നാൽ മതി. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ വാ. ഈശ്വര, ഞാൻ ഈ പറഞ്ഞതൊക്കെ അവൾക്ക് ഏറ്റവും മതിയായിരുന്നു. ആ സാക്ഷി, വാ മോളെ, ഇരിക്കേ. ആ ഏട്ടത്തേക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നോ? ആ, അത് ചെറുതായിട്ട് BP ലോ ആയതാ. ഇപ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വാ, നീ ഇരിക്ക്, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എല്ലാം സെറ്റാ, അപ്പം നമുക്ക് ഇരിക്കാം. അല്ല, ഇതെന്താ എല്ലാവരും വലിയ സൈലൻ്റ് ആണല്ലോ? അതാ ഞാൻ നോക്കുന്നത്, എന്താ ഇത്ര സൈലൻറ്റ്? എനിക്ക് നാളെ എപ്പോഴാണ് പോകാനുള്ള ടിക്കറ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് ഈവനിങ്ങാ നിൻ്റെ ഫ്ലൈറ്റ്. സാക്ഷി എന്താ ആലോചിക്കുന്നത്? ഋഷി പോയാൽ ബോസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്നല്ലേ? അത് നീ ടെൻഷൻ അടിക്കണ്ട. നിൻ്റെ കയ്യിൽ നിന്ന് സൈൻ കിട്ടിയാൽ പിന്നെ അവൻ്റെ അടുത്ത് പോയി സൈൻ വാങ്ങിച്ച് അത് കോർട്ടിൽ കൊടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങളേറ്റു. നീ ടെൻഷൻ ആവണ്ട. ആ, ശ്രീ പറഞ്ഞ ശരിയാ. മോളുടെ സന്തോഷം അതാ ഞങ്ങൾക്ക് വലുത്. അത് എനിക്കിപ്പോൾ ഫുഡ് വേണ്ട, വിശക്കുന്നില്ല. നിങ്ങളൊക്കെ കഴിക്കുക, ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാനൊന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. അവളുടെ മുഖം കണ്ടാലറിയാം, സങ്കടം കൊണ്ട് വല്ലാണ്ടിരിക്കുക. പാവം. എല്ലാം പെട്ടെന്ന് ശരിയാകട്ടെ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അതിന് ശരിക്കും എന്നിട്ട് പോവാൻ നോക്കുവല്ലേ? പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കും എൻ്റെ കുഞ്ഞിനും ഞാൻ മതി, ഞാൻ മാത്രം. എന്തിനാ ഈശ്വര എനിക്കിങ്ങനൊരു ജന്മം? അതിനിടയിൽ ഒരു കുഞ്ഞ്. മൊത്തത്തിൽ ലൈഫ് മടുത്തു. ശരിയാ, അവൻ ഇവിടുന്ന് പോട്ടെ, ഒരു സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? സാക്ഷി, നീ ഉറങ്ങിയല്ലേ? രാത്രി നീ ഉറങ്ങിയതിന് ശേഷമല്ലേ എനിക്ക് നിൻ്റെ അടുത്ത് വരാൻ പറ്റൂ. അല്ലെങ്കിൽ നിനക്കിഷ്ടാവില്ലല്ലോ. നിനക്കെന്നെ വെറുപ്പല്ലേ, അറപ്പല്ലേ? ഋഷി എന്താ ഇവിടെ ഉറങ്ങിയില്ലേ? സാക്ഷി, ഞാൻ നാളെ പോവുക. ഇനി നിൻ്റെ ലൈഫിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. നിന്നെ ഇവിടെ ആക്കിയിട്ട് അവിടെ ഒറ്റയ്ക്ക് എനിക്കറിയില്ല എൻ്റെ ലൈഫ് ഇനി എങ്ങനെയാണെന്ന്. നിനക്ക് ഒരു ചാൻസ് കൂടെ എനിക്ക് തരായിരുന്നില്ലേ? അല്ല, എന്നെപ്പോലൊരാൾ ഒരു പെൺകുട്ടി ആഗ്രഹിക്കില്ല. അമ്മ പറഞ്ഞ പോലെ ഞാൻ നിന്നോട് ചെയ്തത് അത്രയ്ക്കില്ലേ? സോറി, മനസ്സിലാക്കാത്തതിന്, നീ പറഞ്ഞത് കേൾക്കാത്തതിന് ഒക്കെ സോറി. ഞാൻ കരയാണല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ ജന്മത്തിൽ നിന്നോട് ചെയ്യാൻ പാടില്ലാത്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഒക്കത്തിനും സോറി. സാക്ഷി, ഞാൻ അവിടെയാണെങ്കിലും നിൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കും. എപ്പോഴെങ്കിലും മനസ്സിൽ എന്നോട് ക്ഷമിക്കണമെന്ന് തോന്നിയാൽ എന്നെ തിരിച്ച് വിളിക്കണം. അതുവരയ്ക്കും ഞാൻ നിനക്കൊരു ശല്യമായിട്ട് വരില്ല. ബൈ.